ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ആലിയ ഭട്ട് ഫേമസ് ആക്കിയിട്ടുള്ള ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ പണ്ടത്തെ മിൽക്ക് കേക്കിൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ഇതിന് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ടേസ്റ്റിലുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് കേക്കാണിത്. ഈ മിൽക്ക് കേക്ക് റെഡിയാക്കാൻ നല്ല എളുപ്പമാണ്. ഒരു കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിപ്പോൾ 4 മിൽക്ക് കേക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ 2 മിൽക്ക് കേക്കാണ് കാണിക്കുന്നത്. 6 ഇഞ്ച് സൈസിലുള്ള 4 കേക്കാണ് റെഡിയാക്കുന്നത്. ഇനി കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് വെക്കാം. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരിച്ച് മാറ്റി വെക്കുക. ഇതിപ്പോൾ 1.5 കിലോ കേക്കിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കറക്റ്റ് 1 കിലോ കേക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഞാനൊന്ന് അരിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി എഗ്ഗും ഷുഗറും കൂടിയിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 6 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.25 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.25 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ചേർക്കാം. ഇനി 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ബൗളിൽ സ്റ്റാൻഡ് മിക്സറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ സ്പീഡിൽ തന്നെ നല്ല ഫ്ലഫി ആവുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഈ കേക്കിൽ ഓയിലോ പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഒരുവിധം പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്കിൽ മുട്ടയുടെ സ്മെല്ലും ടേസ്റ്റും ഒന്നും കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല ഫ്ലഫിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് അരിച്ച് വെച്ചതാണ്, എന്നാലും ഒന്നുകൂടി ഇങ്ങനെ അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. പെട്ടെന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കുറേശ്ശെ 2-3 ബാച്ചുകളായിട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് സാവധാനം വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ മുഴുവനായി തന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിൽ ആദ്യം നല്ലോണം ബട്ടർ തേച്ച് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിലും നന്നായി തന്നെ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബാറ്റർ ഞാൻ 2 കേക്ക് ടിന്നിലും ഈക്വലായി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ സ്പാറ്റിൽ വെച്ചിട്ട് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് 2 കേക്ക് ടിന്നും നന്നായി തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ടൊരു 30-35 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ബേക്കിംഗ് ടൈം ഓരോരുത്തരുടെ അവനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഏകദേശം കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഒരു ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കുക. ടൂത്ത് പിക്ക് ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. നമ്മുടെ കേക്ക് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടോടെ തന്നെ ഒരു ബട്ടർ പേപ്പറിലേക്ക് കേക്ക് ടിന്ന് കമത്തി കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ നല്ലോണം ബട്ടർ തേച്ചിട്ട് വേണം കേക്ക് ടിന്ന് കമത്തി കൊടുക്കാൻ. കേക്കിൻ്റെ ചുറ്റിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പം തന്നെ തിരിച്ച് വെച്ച് കൊടുക്കുക. നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റൊക്കെ വന്നിട്ടുള്ള നല്ലൊരു സ്പഞ്ച് കേക്കാണിത്. രണ്ടാമത്തെ കേക്കും അവിടെ നിന്ന് പുറത്തെടുത്തിട്ട് ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഇതിനെ നമുക്ക് ഏത് ഫ്ലേവറിലും ഐസിങ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു കേക്ക് എടുത്തിട്ട്
നടു കട്ട് ചെയ്തിട്ട് 2 ലെയർ ആക്കിയിട്ടുണ്ട്. ആദ്യം കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിനെ 2 കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിൽക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മിൽക്ക് മിക്സ്ചർ റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഫ്രഷ് ക്രീമാണ്. അതൊന്നൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൽ ഒന്ന് ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ കൂട്ട് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഈ 2 കേക്കിലുമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കേക്ക് അബ്സോർബ് ചെയ്തെടുക്കും. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 കേക്കിന് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കറക്റ്റാണ്. എന്നിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ 2 കേക്കിൻ്റെ മുകളിൽ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് സ്ക്രേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ബ്ലൂബെറീസും സ്ട്രോബെറീസും ആണ്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് ലെറ്റോ കഫേയിലുള്ള അതേ മിൽക്ക് കേക്കിൻ്റെ ഒരു രീതിയിലല്ലേ. അതിൽ വെച്ചിട്ടുള്ളത് സ്ട്രോബെറീസും ബ്ലൂബെറീസും ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാനും നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ മിൽക്ക് കേക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണം. 1-2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള പാലിൻ്റെ കൂട്ടും ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ദാ ഇതിൽ നിന്നൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലൊക്കെ മുഴുവനായും കുടിച്ചെടുത്തിട്ട് ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പീസ് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുറച്ച് പാലിൻ്റെ കൂട്ട് മാറ്റി വെച്ചിട്ടില്ലേ, അത് ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കഴിക്കുമ്പോൾ ഓരോ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഈ പാലിൽ ഒന്നുകൂടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മുടെ ആലിയ ഭട്ട് പറഞ്ഞിട്ടുള്ള ലെറ്റോ കഫേയിൽ മിൽക്ക് കേക്കിൻ്റെ അതേപോലെ തന്നെയല്ലേ കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.